ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾക്ക് അവർക്കും പരിചിതമുള്ള ഒരു വാക്യമാണ് ദാനിയേൽ പ്രവചനം 6-ൻ്റെ ചില വാക്യങ്ങൾ. അന്ന് രാജാവിൻ്റെ ദീർഘായുസിന് വേണ്ടി, രാജാവ് ആയുസ്സോടെ ഇരിക്കുവാൻ വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. മന്ത്രിമാരും ദേശാധിപതികളും ന്യായാധിപന്മാരും എല്ലാവരും കൂടെ കൂടി, നമുക്കറിയാമല്ലോ, 30 ദിവസത്തേക്ക് ആരും രാജാവിനെ അല്ലാതെ മറ്റൊരു ദൈവങ്ങളെയോ അവരുടെ ദേവന്മാരെയോ ഒന്നും വിളിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ വിളിക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവരെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇടും എന്നാണ് ആജ്ഞ പുറപ്പെടുവിച്ചത്. എന്നാൽ ദൈവപുരുഷനായ ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ വിളിച്ചു 3 പ്രാവശ്യം, ദിവസം 3 പ്രാവശ്യം ദൈവത്തിലെങ്കിലേക്ക് ശബ്ദമുയർത്തി അവൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. എന്നാൽ പുരുഷന്മാർ അത് കണ്ടിട്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ അവനെ എന്നാൽ രാജാവ് അവനെ രക്ഷിക്കുവാൻ വേണ്ടി നോക്കിയെങ്കിലും പുരുഷന്മാർ അത് വകവച്ചില്ല. അവനെ രാജസന്നിധിയിൽ കൊണ്ടുവന്ന് അവനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇടണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ അതിൻ്റെ 11 ഒരു 6 മുതലൊക്കെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 12 മുതലുള്ള വാക്യങ്ങളാണ് അവനെ രാജസന്നിധിയിലൊക്കെ കൊണ്ടുവരുന്നത്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ 15 വാക്യങ്ങൾ തൊട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇവനെ സിംഹക്കുഴിയിൽ ഇടണമെന്ന്. പുരുഷന്മാരും അത് തന്നെ ആഗ്രഹിച്ചു. അവർ പറഞ്ഞു, ഇവനെ സിംഹക്കുഴിയിൽ ഇടണം, നിയമം നടപ്പാക്കണം രാജാവേ എന്ന് പറഞ്ഞു. എന്നാൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു. രാജാവ് രാജാവിൻ്റെ പൊന്മോതിരം അവിടെ വെക്കുവാനിടയായി. അതുപോലെ ഒരു കല്ലും പിടിച്ചു വെക്കുവാനിടയായി. രാജാവിൻ്റെ കൽപ്പനയാൽ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പരിഹസിച്ച് പറയുവാൻ ഇടയായി. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ദാനിയേലിനെ രക്ഷിച്ച ദൈവം നമ്മെയും രക്ഷിപ്പാൻ ശക്തനാണ്. ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് സിംഹത്തിൻ്റെ വായടച്ചു. നമുക്കെതിരെ കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമുക്കെതിരെ കടന്നു വരുന്ന ഓരോ ശത്രുവിൻ്റെ പോരുകളിന്മേൽ സ്വർഗം നമ്മെ ജയിച്ച് ജയമെടുത്ത് വിടുവിക്കുന്ന ആ കൃപയ്ക്കായി നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നമ്മെ വിടുവിക്കുന്ന ആ വിടുതൽ ഓർത്തുകൊണ്ട് ശത്രുവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കാതെ, പലരും ദൈവത്തെ വിളിക്കുമ്പോൾ പലരും നിന്ദിക്കപ്പെടുത്തിയേക്കാം, എന്നാൽ നമ്മളെ പരിഹസിച്ചേക്കാം, പല പ്രതികൂലങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലൊക്കെ നമ്മെ നിലനിർത്തിയ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോകുകയില്ല. ദാനിയേലിനെ വിടുവിച്ച ദൈവം. എന്നാൽ രാജാവ് കടന്നു വന്നപ്പോൾ ദാനിയേലെ, നീ വിളിക്കുന്ന ദൈവം സത്യമുള്ള ദൈവം, വിശ്വസ്തനാണല്ലോ, നിന്നെ രക്ഷിച്ചു എന്ന് ദാനിയേലിന് കാണുവാൻ സാധിച്ചു. എന്നാൽ അങ്ങനെ നീ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് പറയുവാൻ ഇടയായി. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായിൽ നിന്ന് തുടച്ചു കളഞ്ഞു. നാം വിളിക്കുന്ന ദൈവം നമ്മെ ശത്രുവിൻ്റെ പിടിയിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, അനേക പ്രതിസന്ധികളിൽ നിന്നും, രോഗത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാനിയേലിനെ വിടുവിച്ച ദൈവം നമ്മെയും വിടുവിപ്പാൻ ശക്തനായ ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് താഴ്ത്തിക്കൊടുക്കാം, സമർപ്പിക്കാം. അങ്ങനെ രാജാവ് പറയുവാൻ ഇടയായി. അപ്പോൾ തന്നെ രാജാവ് അടുത്തതായിട്ട് ആജ്ഞ പുറപ്പെടുവിച്ചു. ഇതിന് നിർദ്ദേശം നൽകിയ ആ പുരുഷന്മാരെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഈ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇടുവാൻ വേണ്ടി ഇട്ടപ്പോൾ തന്നെ സിംഹം അതിനെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ജീവനുള്ള ദൈവത്തെ നോക്കി
ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ. എന്നാൽ ഏത് ശത്രു കടന്നു വരട്ടെ, ഏത് പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, നമ്മെ വിടിവെക്കുന്ന കർത്താവിൻ്റെ പാതപീടെ നമുക്കായിരിക്കാം. പലരും നമ്മെ നിന്ദിച്ചേക്കാം, പഴിച്ചേക്കാം, ദുഷിച്ചേക്കാം. എന്നാൽ പ്രാർത്ഥനക്കാരിയെന്ന് മുദ്ര കുത്താം, അല്ലെങ്കിൽ അവർക്ക് പലതും സംഭവിക്കട്ടെ എന്ന മുദ്ര കുത്തിയേക്കാം. എന്നാൽ അവിടെയെല്ലാം നമ്മെ വെടിവെക്കുന്ന ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കി ഇറങ്ങുന്നുവെങ്കിൽ, അവന് വേണ്ടി നാം ജീവിക്കുന്നുവെങ്കിൽ, പല ഹല്ലേലൂയ മറ്റൊന്നും നാം കണക്കിടേണ്ട. പല തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോട്ടെ, പ്രതികൂലങ്ങൾ കടന്നു വന്നോട്ടെ, അതിൻ്റെ മധ്യത്തെ നമ്മെ നിലനിർത്തി മാനിക്കുന്ന യഹോവയാണ്. ആമേൻ. പലപ്പോഴും നാം ഹല്ലേലൂയ ഭാരങ്ങൾ വരുമ്പോൾ എന്നാൽ പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദാനിയേലിനെ വെടിവെച്ച ദൈവം, ആ ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ആ ദൈവത്തെ പോലെ ആകുവാൻ, അവൻ്റെ വാക്ക് കാക്കുവാൻ, അവനെ നോക്കി ജീവിപ്പാൻ നമ്മെ ഒരുക്കേണ്ടതിന് നമുക്ക് ഈ വചനത്തിന് മുൻപ് താഴ്ത്തി സമർപ്പിക്കാം. അവൻ നമ്മെ വെടിവെക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ നമ്മെ ഒരു നാളും വഴിയിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ്റെ മുൻപാകെ നമുക്ക് നോക്കി, അവൻ്റെ മുഖത്തെ നോക്കിക്കൊണ്ട് അവന് വേണ്ടി നമുക്ക് നാളിൽ ഇടിവ് നിൽക്കുമ്പോൾ അവനിൽ കൂടി സ്തോത്രം നമ്മുടെ ഓരോ വിഷയങ്ങളും നമ്മൾ ഹല്ലേലൂയ സ്തോത്രത്തോടെ അറിയിക്കുന്നുവെങ്കിൽ, അവനോട് നമ്മൾ യാചിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി നാം ഈ നാളുകളിൽ ഹല്ലേലൂയ ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവ് അവൻ്റെ പാതവിടെ നമുക്കായിരിക്കാം. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് വെടിവെച്ച കർത്താവ്, അവനെ സിംഹക്കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായടച്ച കർത്താവ് പലരുടെയും വായടയ്ക്കുവാൻ ശക്തനാണ്. നമുക്കെതിരെ കടന്നു വരുന്ന ഹല്ലേലൂയ അനേകം പൂരുകൾ, അനേക ഗർജനങ്ങൾ, പലരും സ്തോത്രം ഹല്ലേലൂയ വിരൽ ചൂണ്ടുന്ന അവസ്ഥകളൊക്കെ നമ്മൾ നേരെ കടന്നു വന്നിട്ടില്ലയോ ദൈവമക്കളെ? എന്നാൽ അതൊന്നും നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവത്തെങ്കിൽ സമർപ്പിക്കുക. അവൻ നമ്മെ ജീവനോട് വെടിവെക്കുന്ന കർത്താവാണ്. അവൻ നമ്മെ ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ നിലനിർത്തുന്ന കർത്താവാണ്. ദാനിയേലിനെ വെടിവെച്ച ആ ദൈവം നമ്മയെയും വെടിവെപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ ഈ നാളിൽ ആ ദൈവമുഖത്ത് നോക്കി നാം ആയിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ഒരു നാളും വഴിയിട്ടിട്ട് പോകുന്ന ദൈവമല്ല. സ്തോത്രം. എന്നാൽ രാജാവ് അവൻ്റെ കൽപ്പന, സ്തോത്രം, അവന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വില എന്തെന്ന്, ജീവനുള്ള ദൈവം എങ്ങനെയുള്ളവനെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നാൽ ഇതിൻ്റെ പുറകിൽ ആ പറഞ്ഞ വ്യക്തികളെ കുടുംബമായി സിംഹത്തിൻ്റെ ഗുഹയിൽ ഇടുവാൻ സാധിച്ചു. അങ്ങനെ സിംഹം അവരെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ സ്വർഗം അവിടുന്ന് ദാനിയേലിനെ മാനിച്ചു. അങ്ങനെ നമ്മെ മാനിപ്പാൻ ശക്തനാണ്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ അതിൻ്റെ താഴോട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇല്ലാത്തവൻ രാജാവെ, തിരുമുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. സ്തോത്രം. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുവൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉയരത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുണ്ട്. അവൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഈ വാചന ഭാഗം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും സ്തോത്രം എല്ലാവരെയും വെടിവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും താണിരുന്നുള്ളൂ. നമുക്കൊരു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ മഹത്തുള്ള പിതാവേ, എൻ്റെ പ്രിയരെ എല്ലാ സ്വർഗ്ഗത്തിലെയും വെടിവെക്കുമാറാകണമേ. ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കല്ലേ. ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധികളിലും അനേകർ ഹല്ലേലൂയ നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടിക്കോട്ടെ, എന്നാൽ നമ്മളിൽ ഹല്ലേലൂയ തകർത്ത് കളയട്ടെ. എന്നാൽ അവിടെയെല്ലാം ദാനിയേലിനെ വെടിവെച്ച ദൈവം, ദാനിയേലിനെ രക്ഷിച്ച ദൈവം, സിംഹത്തിൻ്റെ വായടച്ചവൻ, സ്തോത്രം, നമുക്കെതിരെ കടന്നു വരുന്ന ഓരോ ഹല്ലേലൂയ തീയമ്പുകളെയും സ്വർഗത്തിലെ ദൈവം അവരുടെ വായടയ്ക്കുവാൻ ശക്തനാണ്. എന്നാൽ ഹല്ലേലൂയ സ്വർഗാടിയങ്ങളെ വെടിവെച്ചാട്ട് കേൾക്കുന്ന ഹല്ലേലൂയ പ്രിയമുള്ളവരെ എല്ലാം വെടിവെച്ചാട്ട് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സകലതും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. സ്തോത്രം.